ടു ലക്ഷ്മി റിയൽറ്റി യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പുതിയൊരു പ്രോജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദുബായിലുള്ള എല്ലാവർക്കും എലിംഗ്ടണിനെ പറ്റി അറിയായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. എലിംഗ്ടണിൻ്റെ പുതിയ പ്രോജക്റ്റ് ദുബായ് ലാൻഡിൽ വരുന്നുണ്ട്. IMG വേൾഡിൻ്റെയും ഗ്ലോബൽ വില്ലേജിൻ്റെ അടുത്തായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് ദുബായ് ലാൻഡിലാണ്. IMG വേൾഡിൻ്റെതും ഗ്ലോബൽ വില്ലേജിൻ്റെ അടുത്തായിട്ടാണ്. ഞാൻ ഇന്ന് അതിൻ്റെ ഒരു ഷോ അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. എലിംഗ്ടണിൻ്റെ ഒരു ഷോ അപ്പാർട്ട്മെൻറ്റിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾ ഇത് കണ്ടിട്ട് തീരുമാനിക്കുക എലിംഗ്ടണിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നത് വർത്ത് ആണോ എന്ന്. അപ്പോൾ എലിംഗ്ടൺ എന്ന് പറയുന്നത് തന്നെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡോർ തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കയറി വരുമ്പോൾ തന്നെ സ്മാർട്ട് ലോക്ക് കാണും. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഡീറ്റെയിലിംഗ് ബിഗ് ഇമ്പാക്റ്റ് ആണ്. മോർ സ്റ്റോറേജ് സ്പേസസ് ആയിരിക്കും. ഈച്ച് ആൻഡ് എവറിത്തിങ് അവർ സ്റ്റോറേജ് സ്പേസസ് കൊടുത്തിരിക്കും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ദ ഷൂ റാക്ക്, മോർ സ്റ്റോറേജ് സ്പേസസ്. എനിക്കൊരു ഹോം ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാൽ മോർ സ്റ്റോറേജ് സ്പേസസ് ആയിരിക്കും, മെയിൻലി ഇൻ കിച്ചൺ. ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് കേട്ടോ ഇതോ. നമ്മൾ സാധാരണ കുക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ എല്ലാം നമുക്ക് എന്താ പറയുക വെറ്റ് ആവാറുണ്ട്, അല്ലെങ്കിൽ ഡേർട്ട് ആവാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് അവർ ഈ സ്പേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ്, നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ സാധാരണ കുനിഞ്ഞ് നമ്മളിങ്ങനെ ഒരു സ്പേസ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുനിയുക അങ്ങനെയൊന്നും വേണ്ട. സിമ്പിൾ ആൻഡ് ഹംബിളായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് നമുക്ക് പറയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ മോർ സ്പേസസ് ആണ്, സ്റ്റോറേജ് സ്പേസസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത്രയും സ്പേസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ സാധാരണ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാൻ കാണാറുണ്ട്. കാരണം നമ്മൾ കുക്കിങ്ങും കിച്ചണിലാണ്, കുക്കിങ്ങും ഒക്കെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ 180 ഡിഗ്രിയിൽ നമുക്ക് ഫോൾഡ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാം. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എലിംഗ്ടണിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും അവർ ഓരോ രീതിയിലാണ് ചെയ്തേക്കുന്നത്. എവിടെ ആണെങ്കിലും, ബെഡ്റൂം ആണെങ്കിലും, കിച്ചൺ ആണെങ്കിലും, ഹാൾ ആണെങ്കിലും, ലിവിങ് സ്പേസ് ആണെങ്കിലും, എന്താണെങ്കിലും അവർ ഈച്ച് ഡീറ്റെയിലിംഗ് നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മോർ സ്റ്റോറേജ് സ്പേസസ്. പിന്നെ ഫുള്ളി എക്യുപ്ഡ് കിച്ചൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ്ട് ഫ്രിഡ്ജ് വരുന്നുണ്ട്, ഇവിടെ ഓവൻ വരുന്നുണ്ട്, നമ്മുടെ ഗ്യാസ് അവിടെ വരുന്നുണ്ട്. പിന്നെ ഡിഷ് വാഷ് അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയയിലോട്ട് പോകാം. അപ്പോൾ ഇതൊരു ഷോ അപ്പാർട്ട്മെൻ്റ് ആണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ വീട് സെറ്റ് ചെയ്തെടുക്കാമെന്നുള്ള ഒരു എക്സാമ്പിളാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു ലിവിങ് ഏരിയയിൽ അവർ സോഫയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. TV ക്യാബിനറ്റും TV സ്പേസും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഏരിയയിൽ ഡൈനിങ് സ്പേസ് ഉണ്ട്. നമുക്കിവിടെ നമ്മുടെ ബാൽക്കണിയിലോട്ട് പോവാം. ഞാനിപ്പോൾ പുതിയ പ്രോജക്റ്റിനെ ലോഞ്ചിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ ആ പ്രോജക്റ്റിന് എക്സാക്ട് ബെഡ്റൂം ഇതുപോലെ ആയിരിക്കില്ല. ഇതൊരു ഷോ അപ്പാർട്ട്മെൻ്റ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഡിഫറെൻറ്റ് ബെഡ്റൂംസിനും ഡിഫറെൻറ്റ് ലേഔട്ട്സ് ആയിരിക്കും. ഞാൻ ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് നിങ്ങൾ എലിംഗ്ടണിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിൻ്റെ വർത്ത് എന്താണെന്ന് കാണിക്കാനാണ്. അവരുടെ ഈച്ച് ഡീറ്റെയിലിങ്ങും ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ടൂർ നടത്തുന്നത്. കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് പൗഡർ റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വാർഡ്രോബ്സ്, ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ വാഷ്റൂം. എലിംഗ്ടണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ സ്മോൾ ഡീറ്റെയിലിംഗ് ആണ്. അത് നിങ്ങൾക്ക് ഞാൻ ഓരോന്ന് കാണിച്ചു വരുമ്പോൾ അത് മനസ്സിലാവും. ബാത്തപ്പാണ് വരുന്നത്. സ്മോൾ ഡീറ്റെയിലിംഗ് ബിഗ് ഇമ്പാക്റ്റ് എന്നല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അത് മനസ്സിലാവും. ഇത് വാഷ്റൂമിലാണ് അവർ ഇത്രയും ഓർഗനൈസിങ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ സാധാരണ നമ്മളൊരു സ്റ്റാൻഡിലോ അങ്ങനെ ആയിരിക്കും, പക്ഷേ സ്മോൾ ഡീറ്റെയിലിംഗ് ബിഗ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പോലെ. ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലോട്ട് ആക്സസ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു ഏരിയ പോലെ ബാൽക്കണി. ഇവിടെ നിന്ന് സെക്കൻഡ് ബെഡ്റൂമിലോട്ട് ആക്സസ് ഉണ്ട്. നമുക്ക് പക്ഷേ ആ വഴി തന്നെ വരാം. ഈ സൈഡിലായിട്ട് ഒരു ഓഫീസ് സ്പേസ് പോലെ, ഇത് ഓഫീസ് സ്പേസ് പോലെ, സ്റ്റഡി റൂം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇവിടെയും നമുക്കൊരു വാഷ്റൂം വരുന്നുണ്ട് വിത്ത് സ്റ്റാൻഡിങ് ഷവർ. ഇതവർ ലോണ്ടറി സ്പേസ് ആയിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ്. സെയിം അവരുടെ എല്ലാ ഓർഗനൈസിങ്ങും എല്ലാം ഇതിലും അവർ ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ്സ്, മോർ സ്പേസ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം.
ഇതെല്ലാം അവർ സെറ്റ് ചെയ്ത് നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. പക്ഷേ ഇതെല്ലാം അൺഫർണിഷ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ ഇതൊരു ഷോ അപ്പാർട്ട്മെന്റ് ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമിലെ വാഷ്റൂം വരുന്നത് സ്റ്റാൻഡിങ് ഷവർ ആയിട്ടാണ്. എനിക്ക് എലിംഗ്ടൺ പറയുമ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ, സ്മോൾ ഡീറ്റെയിലിംഗ് ബിഗ് ഇമ്പാക്റ്റ് ആണ് അവർ കൊണ്ടുവരുന്നത്. ഓരോരോ കാര്യങ്ങളും നമ്മുടെ നോക്കി നോക്കി ചെയ്യുന്നെന്ന് പറയില്ല, നമ്മുടെ വാർഡ്രോബ്സ് ആയാലും നമ്മുടെ വീടായാലും. പിന്നെ ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിക്കാനുണ്ട്. ഇതെൻ്റെ സ്പെഷ്യലാണ്, എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഇതാ, സോ എലിംഗ്ടൺ പറയുമ്പോൾ അവരുടെ ക്വാളിറ്റിയും സ്മോൾ ഡീറ്റെയിലിംഗ് തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. അപ്പോൾ എലിംഗ്ടൻ്റെ പുതിയ പ്രോജക്റ്റ് ദുബായ് ലാൻഡിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 1 ബെഡ്റൂം 2 ബെഡ്റൂം 3 ബെഡ്റൂം ആണ് വരുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റിനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഉടനെ അവരുടെ പ്രോജക്റ്റിന് ലോഞ്ച് ഉണ്ട്.